ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ജാവയിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. C++ ലാംഗ്വേജ് പഠിച്ചവർക്ക് വേരിയബിൾസ് എന്താണ്, അതിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെ ചെയ്യും, ഇനിഷ്യലൈസേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഐഡിയ കാണും. ആ സെയിം രീതി തന്നെയാണ് ജാവയിലും വേരിയബിൾസ് ഡിക്ലെയറും ഇനിഷ്യലൈസും ഒക്കെ ചെയ്യുന്നതിന്. സോ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ് ആർ എ നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡേറ്റ ആയാലും ശരി, ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി ലൊക്കേഷൻ വേണം. ആ മെമ്മറി ലൊക്കേഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിനൊരു പേര് നമ്മൾ കൊടുക്കണം. പ്രോഗ്രാമിൽ ആ ഒരു പെർട്ടിക്കുലർ ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ മെമ്മറി ലൊക്കേഷൻ ഒരു പേര് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നെയിം നമ്മൾ മെമ്മറി ലൊക്കേഷന് കൊടുത്താൽ മാത്രമേ ആ മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ മെമ്മറിയിലുള്ള ഡേറ്റ റിട്രൈവ് ചെയ്യാനും എല്ലാം പറ്റത്തുള്ളൂ. സോ അത്തരത്തിൽ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ നെയിമിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു തവണ ഒരു വേരിയബിളിൽ നമ്മളൊരു ഡേറ്റയോ വാല്യൂ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് ആ ഡേറ്റ അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വാല്യൂ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ ക്യാൻ ബി ചേഞ്ച് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അതെങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നതൊക്കെ ഇനിയുള്ള പോർഷനിൽ ക്ലിയർ ആക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഡിക്ലറേഷൻ ഓഫ് വേരിയബിൾസ്. ഒരു വേരിയബിൾ ജാവ പ്രോഗ്രാമിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഓൾറെഡി പറഞ്ഞതുപോലെ C++ പ്രോഗ്രാമിങ്ങിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ. അതിൻ്റെ സിൻടാക്സ് ആണ് ബോക്സിനുള്ളിൽ ഇട്ടിരിക്കുന്നത്. ഡേറ്റ ടൈപ്പ് എഴുതുക, വേരിയബിളിൻ്റെ പേര് എഴുതുക, അവസാനം ഒരു സെമി കോളൻ, ഒരു കുത്തും ഒരു കോമയും, ഒരു സെമി കോളൻ ഇടുക. അപ്പോൾ ഇതാണ് ജാവയിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചതാണ്. ഡേറ്റ ടൈപ്പിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കാണുക. അതിൽ ഒരുപാട് ഡേറ്റ ടൈപ്സ് പഠിച്ചു. ബൈറ്റ്, ഇൻറ്റ്, ഫ്ലോട്ട്, ഷോർട്ട്, ലോങ്, ഡബിൾ, ക്യാർ, സ്ട്രിങ്, അങ്ങനെ ഒരുപാട് ടൈപ്സ്, ബൂളിയൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഏതാണോ ഡേറ്റ ടൈപ്പ്, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ, ഞാൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡേറ്റ ഏത് ടൈപ്പിലുള്ളതാണോ അതാണ് ഡേറ്റ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് ഇപ്പോൾ ഇൻറ്റ് ആണെങ്കിൽ ഇൻറ്റ് എന്ന് ആദ്യം എഴുതുക, ചെറിയൊരു സ്പേസ് വിട്ടിട്ട് വേരിയബിളിൻ്റെ പേരെന്ന് വെച്ചാൽ ഐഡൻറ്റിഫയറിൻ്റെ പേരാണ്. ജാവയുടെ ടോക്കൺസ് എന്ന സെക്കൻഡ് വീഡിയോയിലെ ഐഡൻറ്റിഫയേഴ്സ് എന്താണ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്താണ്, അതിന് എങ്ങനെയൊക്കെ വേരിയബിൾസിന് പേര് കൊടുക്കാം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കൺസ് എന്നുള്ള സെക്ഷൻ വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് വരിക, എങ്കിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആകത്തുള്ളൂ. സോ ഇൻറ്റ് കൗണ്ട്, അതിൽ കൗണ്ട് എന്നുള്ള വേരിയബിളിൻ്റെ പേരാണ്. ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ആയിരിക്കും. ലാസ്റ്റ് സെമി കോളം കൊടുക്കുക. വേറൊരു എക്സാമ്പിൾ, ഫ്ലോട്ട് ഈസ് ദ ഡേറ്റ ടൈപ്പ് ആൻഡ് എ ഈസ് ദ നെയിം ഓഫ് ദ വേരിയബിൾ. അപ്പോൾ ഇങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇനീഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾ. ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളിൽ എനിക്ക് വാല്യൂ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കൗണ്ട് എന്നും എ എന്നും ഒക്കെ 1-2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിളിൽ എനിക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ അതിൽ വാല്യൂ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിക്ലറേഷന് ശേഷം പ്രോഗ്രാമിൽ ആ വേരിയബിളിനെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും എനിക്ക് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയും പോസിബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ വേരിയബിൾസിലേക്ക് എങ്ങനെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു സിമ്പൽ. ഈക്വൽ ടു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാത്സിലെ ഈക്വൽ സിമ്പലാണ്, പക്ഷേ മീനിങ് ഇവിടെ അതല്ല. ഇവിടുത്തെ മീനിങ് അസൈൻമെൻറ്റ് എന്നുള്ള അർത്ഥമാണ്. അതായത് വാല്യൂ എന്നുള്ള ഭാഗത്ത് എന്ത് വരുന്നുവോ അതിനെ നമ്മൾ വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് ഏജ് ഈക്വൽ ടു 20. അപ്പോൾ ഏജ് എന്ന ഒരു ഇൻറ്റിജർ ടൈപ്പിലുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഏജ് എന്ന ആ വേരിയബിളിൽ 20 എന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇതാണ് ആ ഒരു എക്സാമ്പിളിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. ദെയർ ആർ 3 ടൈപ്സ് ഓഫ് വേരിയബിൾ: ലോക്കൽ വേരിയബിൾസ്, ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾ. 3 ടൈപ്പ് വേരിയബിളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ലോക്കൽ വേരിയബിൾ. ലോക്കൽ വേരിയബിൾ മീൻസ് ആ വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ലോക്കൽ ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും. ലോക്കൽ ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിനുള്ളിൽ ഒരു ഫംഗ്ഷനെ ഞാൻ പറഞ്ഞു ഓൾറെഡി ജാവയിൽ ഫംഗ്ഷനെ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കോ അതും അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റർ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സെക്ഷൻ്റെ ഉള്ളിൽ മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വേരിയബിൾ ലോക്കലി ക്രിയേറ്റ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്ന വേരിയബിൾസ് ആയിരിക്കും. ഒരു പ്രോഗ്രാമിൽ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആയിരിക്കത്തില്ല. പകരം ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ മാത്രമായിരിക്കും അത് ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ എ ബ്ലോക്ക്
ഓർ മെത്തേഡ് ഓർ കൺസ്ട്രക്ടർ ടേം എന്താണെന്നുള്ളത് പറയാം. ഇങ്ങനെയുള്ള ഒരു വേരിയബിളിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു മെത്തേഡിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക്, ഒരു വലിയൊരു കോഡിൻ്റെ ചെറിയൊരു പോർഷനുള്ളിൽ മാത്രം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇനിഷ്യലി ഡിക്ലെയർ ചെയ്ത് അവിടെ മാത്രം അതിൻ്റെ യൂസ് വരും. ബാക്കി പുറത്തോട്ട് വേറെ കോഡിൻ്റെ ഭാഗത്തേക്കൊന്നും അത് യൂസ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള വേരിയബിളിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ദ സ്കോപ്പ് ഓഫ് ലോക്കൽ വേരിയബിൾസ് എക്സിസ്റ്റ് വിത്തിൻ ദാറ്റ് ബ്ലോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു ബ്ലോക്കോ ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്കോപ്പ് ഉദ്ദേശിക്കുന്നത് ലൈഫ് ടൈം ആണ്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനുള്ളിൽ മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു ജാവ പ്രോഗ്രാമിൽ ഒരു ചെറിയ ഒരു സെക്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫുൾ ജാവ പ്രോഗ്രാം അല്ല ഇത്. അപ്പോൾ ജാവ പ്രോഗ്രാമിൽ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസിൻ്റെ പേര് ABC എന്നാണ്. അപ്പോൾ പബ്ലിക് ക്ലാസ് ABC. പബ്ലിക് എന്നുള്ളത് ആക്ച്വലി ഒരു ആക്സസ് സ്പെസിഫയർ ആണ്. അത് പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് ഇങ്ങനെ 3 എണ്ണം വരാം. കീവേഡിനെ കുറിച്ച് പറഞ്ഞ പോർഷൻ ആ ഒരു വീഡിയോയിൽ ഈ ഒരു 3 ആക്സസ് സ്പെസിഫയറിനെ കുറിച്ച് ചെറിയൊരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പബ്ലിക് ക്ലാസ് ABC. അപ്പോൾ ഇവിടെ ABC എന്നൊരു ക്ലാസ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിൽ ആ ഒരു ABC എന്നുള്ള ക്ലാസ്സിനുള്ളിൽ ഏജ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. ആക്ച്വലി ഏജ് ഒരു ഫംഗ്ഷനാണ് ഇവിടെ. ആ ഫംഗ്ഷനുള്ളിൽ A = 2 എന്നൊരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ A എന്നൊരു വേരിയബിൾ ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനുള്ളിലെ ഏജ് എന്നൊരു ഫംഗ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പുറത്തൊന്നും അതിൻ്റെ യൂസ് വരുന്നില്ല. സോ A എന്ന വേരിയബിൾ നമുക്കൊരു ലോക്കൽ വേരിയബിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ സ്റ്റാറ്റിക് വേരിയബിൾസ് ആണ്. സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ ഓൾസോ കോൾഡ് ക്ലാസ് വേരിയബിൾസ്. സ്റ്റാറ്റിക് വേരിയബിൾസിനെ ക്ലാസ് വേരിയബിൾസ് എന്നൊരു പേരിലും അറിയപ്പെടും. സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോക്കൽ വേരിയബിൾ നോർമലി ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടറിനോ മെത്തേഡിനോ ഒക്കെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള വേരിയബിൾസ് ആണ്. സ്റ്റാറ്റിക് വേരിയബിളുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് എന്നൊരു കീവേഡിന്റെ സഹായത്തോടു കൂടി മാത്രമേ സ്റ്റാറ്റിക് വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാറ്റിക് എന്നൊരു കീവേഡ്, ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് ഡബിൾ സാലറി അല്ലെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് സ്ട്രിംഗ് നെയിം എന്ന 2 എക്സാമ്പിൾസ് കാണാം. അതിൽ സാലറി, നെയിം എന്നുള്ള 2 എണ്ണം ആക്ച്വലി വേരിയബിളിന്റെ പേരാണ്. അങ്ങനെയുള്ള 2 വേരിയബിൾസ്, സാലറി എന്ന വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആണ്, നെയിം എന്ന വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. അപ്പോൾ ഈ 2 വേരിയബിൾസും ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് തൊട്ട് മുന്നേ ഒരു സ്റ്റാറ്റിക് എന്ന കീവേഡിന്റെ യൂസോട് കൂടിയാണ്. അപ്പോൾ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ സ്റ്റാറ്റിക് വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സ്റ്റാറ്റിക് വേരിയബിളിന് ഒരു ലോക്കൽ വേരിയബിളിനെ കാട്ടി കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ സാലറി, നെയിം എന്നുള്ള 2 സ്റ്റാറ്റിക് വേരിയബിൾസിന് നമ്മളിപ്പോൾ ഇനിഷ്യലൈസേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ സാലറി, നെയിമിൽ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇനിഷ്യലൈസേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി ഇൻ എ സ്റ്റാറ്റിക് വേരിയബിൾ. നമ്മൾ വാല്യൂ ഒന്നും ഇനിഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഡീഫോൾട്ട് ആയിട്ട് ഒരു സ്റ്റാറ്റിക് വേരിയബിളിലുള്ള വാല്യൂ 0 ആയിരിക്കും. ഇറ്റ്സ് ഡീഫോൾട്ട് വാല്യൂ വിൽ ബി 0. മാൻഡേറ്ററി അല്ല ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റിക് വേരിയബിളിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എ സ്റ്റാറ്റിക് വേരിയബിൾ ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ and destroyed automatically when execution ends. ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആകുമ്പോഴാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ട് എല്ലാ വേരിയബിൾസും അങ്ങനെ തന്നെയാണ്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതെന്ത് പറ്റുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. പ്രോഗ്രാം എൻഡ് ആയ ഉടനെ നോർമൽ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾസിന്റെ എക്സിക്യൂഷൻ, ലോക്കൽ വേരിയബിൾസിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ആകുന്നില്ല. അങ്ങനെ ഒരു വേരിയബിൾ അവിടെ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. പക്ഷെ സ്റ്റാറ്റിക് വേരിയബിൾ അങ്ങനെയല്ല. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വേരിയബിൾ ഡിക്ലെയർ ആകുകയും ചെയ്യുന്നു. തേർഡ് വൺ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആർ നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ്. അതായത് നമ്മൾ തൊട്ട് മുന്നേ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്താണെന്ന് പഠിച്ചു. സ്റ്റാറ്റിക് വേരിയബിൾസ് അല്ലാതെ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയാം. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആർ ഡിക്ലെയർഡ് ഇൻ ക്ലാസ് ഔട്ട്സൈഡ് എനി മെത്തേഡ് ഓർ കൺസ്ട്രക്ടർ ഓർ ബ്ലോക്ക്. അതായത് നമ്മൾ ലോക്കൽ വേരിയബിൾ പറഞ്ഞപ്പോൾ പഠിച്ച ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു, ലോക്കൽ വേരിയബിൾസ് മെത്തേഡിനുള്ളിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ടറിനുള്ളിലോ ബ്ലോക്കിനുള്ളിലോ ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ
ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെത്തേഡിനുള്ളിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ബ്ലോക്കിനുള്ളിലോ ആയിരിക്കത്തില്ല ഡിക്ലെയർ ചെയ്യുന്നത്, പക്ഷേ ഒരു ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആയിരിക്കും. അതായത് ഒരു ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യാം, പക്ഷേ ക്ലാസ്സിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മെത്തേഡ് കൺസ്ട്രക്ടർ ബ്ലോക്കിനുള്ളിൽ വരാത്ത വേരിയബിൾസിനെയാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. If we do not specify any access specifier, then the default specifier will be used. അതായത് ഇൻസ്റ്റൻസ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ നേരത്ത് നമ്മൾ ആക്സസ് സ്പെസിഫയർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ആക്സസ് സ്പെസിഫയർ ഓൾറെഡി പറഞ്ഞതുപോലെ 3 ടൈപ്പ് ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഈ 3 എണ്ണത്തിലൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് തന്നെ ഇൻസ്റ്റൻസ് വേരിയബിൾ, അത് ഏത് വേരിയബിൾ ആണോ ഡീഫോൾട്ടായിട്ട് തന്നെ അത് പബ്ലിക് എന്നുള്ള ഒരു സ്പെസിഫയർ വാല്യൂ ആയിരിക്കും എടുക്കുന്നത് ആക്സസ് സ്പെസിഫയറിൽ. ദെൻ സ്റ്റാറ്റിക് വേരിയബിൾ പോലെ തന്നെ ഇൻസ്റ്റൻസ് വേരിയബിളും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത് മാൻഡേറ്ററി അല്ല. വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ വിൽ ബി 0. അതുപോലെ തന്നെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്. അതായത് ഓൾറെഡി പറഞ്ഞു ഇൻസ്റ്റൻസ് വേരിയബിൾ ഒരു ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആണെന്ന് പറഞ്ഞു. മെത്തേഡോ കൺസ്ട്രക്ടറോ ഒന്നും അല്ല, പകരം ഒരു ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ C++ ഒക്കെ ക്ലാസ് എന്നൊരു ടേം പഠിക്കുമ്പോൾ ക്ലാസ്സിനുള്ളിൽ തന്നെ ഒബ്ജക്റ്റ് എന്നൊരു ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താലും ആ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ക്ലാസ്സിലുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻസ്റ്റൻസ് വേരിയബിൾ ഒരു ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തേ നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. മാർക്ക് എന്നൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് മാർക്ക്. അതിനുള്ളിൽ ഇൻഡ് ABC ക്ലാസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ മാർക്ക് എന്നുള്ള ഈ ഒരു ക്ലാസ്സിനുള്ളിൽ മെത്തേഡോ കൺസ്ട്രക്ടറോ ബ്ലോക്കോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്, 3 വേരിയബിൾ മാത്രമുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ABC എന്ന 3 വേരിയബിൾസും ക്ലാസ്സിനുള്ളിൽ വരുന്നതാണ്, പക്ഷേ മെത്തേഡ് കൺസ്ട്രക്ടറിലൊന്നും വരുന്നതല്ല. സോ അതുകൊണ്ട് അതൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. ഇനി ഈ 3 വേരിയബിളിലും ആക്സസ് സ്പെസിഫയർ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ആക്സസ് സ്പെസിഫയർ പറയാത്തത് കൊണ്ട്, സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള സ്പെസിഫയർ എടുക്കും, പബ്ലിക് ആണ്. സോ പബ്ലിക് എന്നുള്ള രീതിയിൽ ABC ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ജാവയിലെ വേരിയബിൾസ്, അതിൻ്റെ ഡിക്ലറേഷൻ, ഇനിഷ്യലൈസേഷൻ ആൻഡ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജാവയുടെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.